ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ്. അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ടിപ്പാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻ്റായിട്ട് പറയും വേണം കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ടിപ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ സിക്സാക്ക് മെഷീനോ അല്ലെങ്കിൽ ഓവർലോക്കിംഗ് മെഷീനോ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ എഡ്ജസൊക്കെ, അതായത് സൈഡിലൊക്കെ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ നൂലൊന്നും പൊന്തി വരാതെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ തയ്ക്കുമ്പോൾ എന്താ ചെയ്യാറുള്ളത്, നല്ല വശം ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കാറുള്ളത്. പക്ഷേ നമ്മൾ ഇതിൽ ചെയ്യുന്നത് ആദ്യം ചീത്തവശം ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ട് നല്ല ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതൊരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ കൊടുത്താൽ മതി. അരികിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇളകി നിൽക്കുന്ന നൂലുകളൊക്കെ ഉണ്ടാവുമല്ലോ സൈഡിൽ, അതൊക്കെ വെട്ടി ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെട്ടുമ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നൂല് കട്ടാവാതെ നോക്കുക, അതിൻ്റെ പുറത്തായിട്ട് ചേർന്ന് വെട്ടി കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇത് തിരിച്ച് വെച്ചിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് അത്രയും അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, സൈഡിൽ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഓവർലോക്കിംഗ് മെഷീനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ തയ്ക്കുമ്പോൾ ഈ ഒരു ടിപ്പ് എന്തായാലും യൂസ്ഫുൾ ആവും. അതേമാതിരി തന്നെ നമ്മളുടെ പാൻറ്റുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. പ്രത്യേകിച്ചും ഇപ്പോൾ ക്രേപ്പ് മെറ്റീരിയൽ, സിൽക്ക് മെറ്റീരിയൽ, ജോർജറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നൂലുകൾ പെട്ടെന്ന് ഇങ്ങനെ പോരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽസാണ്. അപ്പോൾ അതിലൊക്കെ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ്, നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പം നമുക്ക് ക്രോസ് പീസ് ഇല്ല, തുണിക്ക് തികയുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിലൊരു സ്ട്രൈറ്റ് പീസാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ട്രിക്കാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് 1.5 ഇഞ്ച് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നീളം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ആദ്യം തന്നെ അത് നമ്മളൊന്ന് അതിൻ്റെ ഒരു സൈഡിൽ 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ അറ്റത്ത് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിലേക്ക് ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ വന്നാൽ അവിടെ പ്രസ് ചെയ്ത് ആ ഒരു പ്രഷർ ഫുട്ടിനോട് ചേർത്ത് അമർത്തി നമ്മുടെ വിരൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ക്ലോത്ത് ബാക്കിലേക്ക് മൂവായി പോവരുത്. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പം ക്ലോത്ത് ഇങ്ങനെ ബാക്കിലേക്ക് മൂവായി പോവുകയാണല്ലോ ചെയ്യുക. അങ്ങനെ പോവാതെ സ്റ്റെക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രഷർ ഫുട്ടിൻ്റെ അവിടെ പിടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ചെറിയ ചുരുങ്ങിയിട്ടായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചൊന്നാകുമ്പോൾ ഒന്ന് വിട്ടിട്ട് പിന്നെ ഒന്ന് കൈ കറക്റ്റ് അവിടെ അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. അങ്ങനെ ഫുള്ളും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രൈറ്റ് പീസ് ഇതേപോലെ വളഞ്ഞിട്ട് ഒരു നമുക്ക് റൗണ്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനുള്ളൊരു പീസായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്നതിനെ കൊണ്ട് തന്നെ നമ്മളത് വലിക്കുകയോ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഇത് നമ്മൾ നെക്കിൽ കറക്റ്റാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നെക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ ബാക്കി എല്ലാ പ്രോസസ്സും നമ്മൾ സാധാ നെക്ക് ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഇതേപോലെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് അതൊന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അത് ഇപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബൈൻഡിങ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ആ നെക്കിനൊരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ചീത്ത വശത്തേക്ക് അത് തിരിച്ചിട്ടിട്ട് നമ്മളതിൻ്റെ ആ ഒരു പീസിൻ്റെ എഡ്ജസ് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ട്. ക്രോസ് പീസ് ഒന്നും വേണമെന്നില്ല, നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ ഒരു സ്ട്രൈറ്റ് പീസ് ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏത് ട്രിക്കാണ് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു വീഡിയോയിൽ. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പം സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
അതിൻ്റെ നൂല് ഇങ്ങനെ ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ നൂല് ഉണ്ടാവും അല്ലേ, നമ്മളത് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അത് ചില സമയത്ത് നമ്മൾ കട്ട് ചെയ്യാൻ മറന്നു പോയാൽ ആ നൂല് ഇങ്ങനെ തൂങ്ങി കിടക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാവാതെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ക്ലോത്ത് എപ്പോഴും നമ്മളുടെ സ്റ്റിച്ചിങ് മെഷീൻ്റെ അടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ഒരു പീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു സ്റ്റിച്ചിൽ സ്റ്റിച്ചിടുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം ഫസ്റ്റിലുള്ള സ്റ്റിച്ച് ആ ഒരു പീസിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എക്സ്ട്രാ നൂല് ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ല. അപ്പോൾ ഏത് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ചെറിയ പീസ് വെക്കാം. പിന്നെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പീസ് നീഡിലിൻ്റെ ആ ഒരു പ്രഷർ ഫുട്ടിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഭാഗത്ത് പൊടികളൊന്നും കയറാതെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ നീഡിൽ അതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നീഡിലിനൊന്നും ഡാമേജ് ഇല്ലാതെ നല്ല നീറ്റായിട്ട് നിന്നോളും. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ നൂലൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലിട്ട് വെച്ചാൽ അതിൻ്റെ നൂലുകളെല്ലാം കെട്ടി കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പം അതിനുള്ളൊരു ടിപ്പാണ്, നമ്മൾ നൂല് ചുറ്റിയിട്ട് അതിൻ്റെ ആ ഒരു റോൾ ഉണ്ടല്ലോ നടയിലുള്ള, അതിലൊരു ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കട്ടർ കൊണ്ടോ എന്തെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നൂല് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ നൂല് അവിടെ നിന്ന് ഇളകി പോവില്ല. അങ്ങനെ എല്ലാ നൂലുകളും ഇതേപോലെ ചെയ്ത് വെച്ചാൽ നമ്മൾ എത്ര നൂല് ഒരുമിച്ച് വെച്ചാലും അത് കെട്ടിക്കൊടുങ്ങേ ഒന്നും ചെയ്യില്ല കേട്ടോ. അതേപോലെ തന്നെ ഇനിയിപ്പം ഇതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ടിപ്പും കൂടി ഉണ്ട്. നമ്മളുടെ ഈ റോൾ ഉണ്ടല്ലോ നൂലിൻ്റെ നടുവിലുള്ള, അത് ഒഴിഞ്ഞ അങ്ങനത്തെ റോൾ എടുക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒരു കട്ടും കൂടി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഓപ്പണായിട്ട് കിട്ടും. ഇനി നൂല് നമ്മൾ ചുറ്റിയിട്ട് അതിൻ്റെ അറ്റം എവിടെയാണ് വരുന്നത് ആ ഒരു ഭാഗത്ത് ഈ ഒരു പീസ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഫിറ്റാക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴും ആ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നല്ല ഫിറ്റായിട്ട് അവിടെ നീറ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇതും എല്ലാവരും ഇതേപോലെ എല്ലാ നൂലുകളും ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പം ഇത് രണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സുകളും സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് പറയാം. വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ടിപ്സുകളും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.